നമസ്കാരം. കഴിഞ്ഞ ദിവസം ദേശീയ തലത്തിൽ തന്നെ ഒരു വാർത്ത വളരെ ശ്രദ്ധേയമായിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ മാർച്ച് 22-ാം തീയതിയാണ് ആ വാർത്ത വന്നത്. പക്ഷേ ഇവിടെയുള്ള എത്ര മാധ്യമങ്ങൾ അത് പ്രാധാന്യത്തോടെ കൊടുത്തു എന്നറിയില്ല. പക്ഷേ ചന്ദ്രിക പോലുള്ള ചില മാധ്യമങ്ങൾ അത് കൊടുത്തിരുന്നു. ചന്ദ്രികയൊക്കെ സ്വാഭാവികമായിട്ട് അത് മുക്കേണ്ടതാണ്, പക്ഷേ അത് അവർ കൊടുത്തിരുന്നു. ആ വാർത്ത ഇതാണ്: മദ്രസ വിദ്യാർത്ഥികളെ സർക്കാർ സ്കൂളിലേക്ക് മാറ്റണമെന്ന് യോഗി ആദിത്യനാഥ് സർക്കാരിനോട് ഹൈക്കോടതി, അലഹബാദ് ഹൈക്കോടതി നിർദ്ദേശിച്ച ഒരു വാർത്തയാണ്. നിർദ്ദേശിച്ച മാത്രമല്ല, അതൊരു ഉത്തരവാണ്. നേരത്തെ തന്നെ ആ ഉത്തരവുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കർശനമായിട്ട് നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഏതാണ്ട് 26 ലക്ഷം വിദ്യാർത്ഥികൾ മദ്രസയിൽ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 10,000-ലേറെ അധ്യാപകരുമുണ്ട്. ഇവരൊക്കെ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണെന്നൊക്കെയാണ് അവിടുന്ന് വരുന്ന വാർത്തകൾ. ഈ മദ്രസ വിദ്യാഭ്യാസം എന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചതോടെ ഈ ഇത്രയും ആളുകളുടെ മദ്രസ വിദ്യാഭ്യാസവും ജോലിയുമൊക്കെ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മതേതരത്വം ഒട്ടുമില്ല എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇവിടെയുള്ള മാധ്യമങ്ങൾ ഇത് വളരെ വിദഗ്ധമായിട്ട് മൂടി വെച്ചത്. എന്തായാലും ഉത്തർപ്രദേശ് പോലുള്ള ഇത്രയും വലിയ ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനം, ഏതാണ്ട് 24 കോടിയോളം അവിടെ ജനസംഖ്യ ഉണ്ട്. അതിൽ തന്നെ 4.5 കോടിയോളം മുസ്ലിങ്ങളാണ്. അതിൽ ആ മുസ്ലിങ്ങളായിട്ടുള്ളവരിലെ കുട്ടികളാണ് ഇത് പഠിക്കുന്നത്. അപ്പോൾ അത് ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മതേതരത്വം ഇല്ലെന്നും ഇതിൽ ഭരണഘടനാ വിരുദ്ധമാണെന്നും അതിനാൽ അവിടെ പഠിക്കുന്ന ആളുകളെ എല്ലാം പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിലേക്ക് മാറ്റണം എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. 14-ഓളം മദ്രസ അധ്യാപകർ, അതേപോലെ തന്നെ 26 ലക്ഷത്തോളം കുട്ടികൾ, അവരുടെ വിദ്യാഭ്യാസം ഇനി അവിടെ പറ്റില്ല, പൊതു വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകളിലേക്ക് മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിന് ഉടക്കുമായിട്ട് ചില സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. മദ്രസയിൽ പഠിക്കുന്നത് മുസ്ലിങ്ങളായിട്ടുള്ളവർ മാത്രമല്ല, ഹൈന്ദവരായിട്ടുള്ളവരും ക്രിസ്ത്യാനികളായിട്ടുള്ളവരും പഠിക്കുന്നുണ്ട്. അവിടെ മതം മാത്രമല്ല, മറ്റ് ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവകാശപ്പെടൽ ഒരു സൈഡിൽ കൂടെ നടക്കും, അതൊരു വേറൊരു കാര്യം. പിന്നെ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശാണ്. തീർച്ചയായിട്ടും ഇതുപോലൊരു ഹൈക്കോടതി വിധിയൊക്കെ വന്നാൽ അതിനെ ഏത് രീതിയിൽ അദ്ദേഹം നടപ്പിലാക്കും എന്ന് ഞാൻ പറയാതെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഹൈക്കോടതി വിധി അവിടെ നടപ്പാക്കാൻ അദ്ദേഹം മുതിരും, അത് നടപ്പാക്കുകയും ചെയ്യും എന്നാണ് തോന്നുന്നത്. 1996 മുതൽ മദ്രസകൾ ന്യൂനപക്ഷ വകുപ്പാണ് ഭരിക്കുന്നതെന്ന വ്യത്യാസമേ ഉള്ളൂവെന്നും ചൂണ്ടിക്കാട്ടിയൊക്കെ ചിലർ ഇതിനെ എതിർക്കാൻ ചെല്ലുന്നുണ്ട്. ഇതും വിദ്യാഭ്യാസം തന്നെയാണ്, വിദ്യാഭ്യാസത്തിൻ്റെ കീഴിൽ തന്നെയുള്ളതാണ് മദ്രസകളും. ന്യൂനപക്ഷ വകുപ്പാണ് ഭരിക്കുന്നത് എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിന് ഇങ്ങനൊരു ഉത്തരവൊന്നും പാടില്ല എന്ന് ചില മുസ്ലിം സംഘടനകളും മറ്റുമൊക്കെ. പിന്നെ ഒവൈസി എന്ന് പറഞ്ഞ ഏതിലും കുത്തിത്തിരിപ്പും കൊണ്ടുവരുന്ന ഒരാളുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം, ഒവൈസി. ആ ഒവൈസിയുടെ പാർട്ടിയും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്, അവർ വരും. ഇനി മദ്രസകളുടെ കണക്കുകളോട് ഉണ്ട്. യു പിയിൽ 16,513 അംഗീകൃത മദ്രസകളുണ്ടെന്നും അതിൽ 560 എണ്ണം സർക്കാർ സഹായത്തോടെ പ്രവർത്തിക്കുന്നതാണെന്നാണ് ഒരു ദേശീയ മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 8,400 അംഗീകൃതമല്ലാത്ത അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്ന മദ്രസകളും ആ സംസ്ഥാനത്തുണ്ട്. പക്ഷേ ഇതെല്ലാം അംഗീകൃതവും അംഗീകൃതമല്ലാത്തതും എല്ലാം ഈ ഉത്തരവിൽ ബാധകമാണ്. അവിടെ നിന്ന് ഈ വിദ്യാഭ്യാസം മാറ്റി പൊതുവിദ്യാഭ്യാസ രംഗത്തിൻ്റെ കീഴിൽ വരുന്ന സ്കൂളുകളിലേക്ക് മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തർപ്രദേശും അതുപോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഈ നിയമം നടപ്പിലാക്കിയാലും കേരളത്തിൽ ഇങ്ങനൊരു ഉത്തരവ് കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചാൽ പോലും പിണറായി സർക്കാർ അത് നടപ്പിലാക്കുമോ എന്ന് ഉറപ്പില്ല. കാരണം നമുക്കറിയാം ഓരോ തവണയും പിണറായി വിജയന് എന്താണ് നിലപാടെന്ന്. ഇനി സുപ്രീം കോടതി പറഞ്ഞാലും എന്തെങ്കിലും ഉടക്കിടും, പിന്നീട് അവസാനം ബലമായിട്ട് തന്നെ സുപ്രീം കോടതി ആ നിയമം നടപ്പിലാക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും എന്നല്ലാതെ പിണറായി വിജയനെ പോലെ ഒരാൾ എന്തായാലും ഈ ഒരു ഉത്തരവ് ഇതുപോലെ ഇവിടെ വന്നാൽ അത് നടപ്പിലാക്കാൻ മുന്നിട്ടിറങ്ങില്ല. പക്ഷേ അവിടെ ഭരിക്കുന്നത് യോഗി ആയതിനാൽ ആ ഹൈക്കോടതി ഉത്തരവ് ഏതാണ്ട് 100% നടപ്പാക്കാൻ തന്നെയാണ് സാധ്യത. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.